അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുവാൻ പോകുന്നത് മരിച്ച മയ്യത്തിനോട് എണീറ്റിരിക്കാൻ പറഞ്ഞ CM മടവൂരിൻ്റെ കള്ളക്കറാമത്താണ് ആദ്യം കാണിക്കുവാനുള്ളത്. അന്ന് കണ്ടിട്ട് വരാം നമുക്ക്. കുത്തുബുൽ എന്ന് വെറുതെ അങ്ങ് പറയല്ല. അപ്പോ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ വണ്ടി ഒരു ബ്ലോക്കിൽ പെട്ടു. ആ മുമ്പത്തെ വണ്ടിയിൽ നിന്ന് പെരും കരച്ചിൽ കേൾക്കും. വണ്ടി ഇങ്ങനെ നിൽക്കല്ലേ. CM വരുന്നത് എവിടെ നിന്നാ കരയുന്നത്? ഭയങ്കര കൃപയാണ് മനസ്സിൽ. ഇപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ കരച്ചിൽ കേട്ടോ പറഞ്ഞു എവിടെ നിന്നാണ് കരയുന്നത്? അപ്പോ ആരോ പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു ആ വണ്ടിയിൽ ഒരു മയ്യത്തുണ്ട്, ആ മയ്യത്തിന്റെ ഉപ്പയാണ് കരയുന്നത്. അപ്പൊ CM വരുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി, കയ്യിലൊരു കൊടയുണ്ട്. അപ്പൊ എന്താ സംഭവം? അയാളുടെ മകൻ തലകീയായി വീണുപോയി. അങ്ങനെ കഴുത്ത് പൊട്ടി, കഴുത്തിന്റെ എല്ല് പൊട്ടി മരിച്ചുപോയി. ആ മയ്യത്ത് കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് അയാൾ ഇന്ന് കരയുന്നത്. ആംബുലൻസ് എന്താ എനിക്കറിയില്ല. അപ്പൊ CM വലിയുള്ളായി ചെന്നിട്ട് ഈ വണ്ടിയുടെ പുറത്തുള്ള ഓട്ടയിൽ കൂടാണോ എങ്ങനെ ആവും, ഇനി വാതിൽ തുറന്നാണെന്നോ ഈ മയ്യത്തിനെ ഈ കൊട കൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ട് എഴുന്നേൽക്ക് മോനെ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, മയ്യത്താണ് കൊണ്ടോണ്, എഴുന്നേൽക്ക് 3 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും അയാൾ എഴുന്നേറ്റിരുന്നു. മരിച്ചാള് ജീവിച്ചു. കണ്ടല്ലോ നിങ്ങളെ, ഇത് പറയുന്നത് പകര മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന സ്വപ്നങ്ങളുടെ രാജകുമാരൻ. സ്വപ്ന കഥകൾ പറഞ്ഞ് ഫേമസ് ആയ ആളാണ് ഇയാൾ. കാന്തപുരം റസൂലുള്ള കാന്തപുരം ഇതന്നെയായിരുന്നു മൂപ്പർക്ക് ഒരു കാലത്ത്. അതായത് ഈ കൊറോണ കാലത്തിന് മുൻപ് വരെ CMനെ കുറിച്ചിട്ട് ഏറ്റവും വലിയ തള്ളിയിരുന്ന ഒരു അബുജായിലാണത്. ഇപ്പോൾ എല്ലാ മൂലരും CMനെ കുറിച്ചാണ് തള്ളൽ. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധുക്കൾ ഇറങ്ങിയിട്ട് ഇത് ഇങ്ങനെ പൊളിച്ചടുക്കൽ തുടങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉൾവലിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ കള്ളക്കറാമത്തുകൾ പറഞ്ഞ് പിന്നീട് അതിന് അള്ളാഹു ഈ ലോകത്ത് വെച്ച് തന്നെ പണി കൊടുത്തൊരു സാധുവാണ് ഈ പകരം മുഹമ്മദ് അഹ്സനി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടു നോക്കൂ. ഇത് ചാനൽ ചർച്ചയിൽ പകര അഹ്സനിയെ തള്ളി KB ബഷീർ എന്ന് പറയുന്ന അവരുടെ തന്നെ ഒരു ആളാണ്. അവർ ചാനൽ ചർച്ചയിൽ തള്ളി പറയുന്നൊരു ഭാഗം അത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക, ബാക്കി പിന്നെ പറയാം. ശ്രീ KB ബഷീർ, ഈ പറയുന്ന ഉസ്താദ് പകര മുഹമ്മദ് അഹ്സനി അത് AP സംസ്ഥയിൽപ്പെട്ടയാളല്ലേ? അദ്ദേഹം ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഔദ്യോഗികമായി യാതൊരു ഭാരവാഹിത്വമോ പദവികളോ വഹിക്കാത്ത ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഇവിടെ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത പ്രസംഗമോ അല്ലെങ്കിൽ ആശയങ്ങളോ ഒരിക്കലും ഞങ്ങളുടെ സംഘടന ഓൺ ചെയ്യുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ പോലും രംഗത്ത് വരികയോ ഒരു കാലത്തും, ഇപ്പോൾ ഈ വിവാദമായ സന്ദർഭത്തിൽ മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിലും വരികയോ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. AP സംസ്ഥയുടെ ഒരു സമ്മേളനത്തിലല്ലേ ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും അങ്ങനെ ആകാൻ വഴിയില്ല. അതേതാണ് പരിപാടി എന്ന് പോലും അറിയില്ല. ഏതെങ്കിലും സ്വകാര്യ ശരിയാണോ ബഷീർ? എന്തായാലും അവരുടെ AP സംസ്ഥയുടെ ഔദ്യോഗികമായ ഒരു ഭാരവാഹി അല്ല ഈ ഉസ്താദ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവരുടെ പരിപാടിയുമല്ല എന്ന്. ആരിഫ്, അതിലെനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നോട്ട് ട്രൂ സ്കോട്ട്സ്മാൻ ഫാലസി അത് നമ്മൾ എടുക്കില്ല. ഉസ്താദിനെ തള്ളിയതുകൊണ്ട് കാര്യമില്ല, സംസ്ഥ എന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എനിക്ക് ഇത്രേ അറിയേണ്ടുള്ളൂ, ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിൽ കുറവുണ്ട്, ഇദ്ദേഹത്തിന് ഇസ്ലാമിൽ നോളജ് ഉണ്ടോ, ഇദ്ദേഹം അവിടെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു, പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതും ഇസ്ലാമിലെ നോളജ് വെച്ചുകൊണ്ട് തന്നെയാണോ, അതോ അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും കുറവുണ്ടോ ഇല്ല, ഇത് പറഞ്ഞാൽ മതി. എന്റെ വിഷയമല്ല. ബഷീർ താങ്കളോടാണ്. അല്ല, ഞാൻ മഞ്ജുഷിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മഞ്ജുഷിന് ചോദിക്കാവുന്നതാണ്, ഞാൻ അതിന് ഉത്തരം പറയാവുന്നതും ചെയ്യാം. മഞ്ജുഷിന് ചോദിക്കാം. ഞാൻ ചോദിക്കുന്നു. ആകട്ടെ, ഇത് ഒരു സംഘടനയുടെ ഔദ്യോഗിക നിലപാടായി ചിത്രീകരിക്കാനാണ് നിങ്ങൾ ഇതിലൂടെ ഈ ചോദ്യത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഈ ചോദ്യത്തിന്റെ ആവർത്തനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞ ഉത്തരത്തിൽ നിങ്ങൾ തൃപ്തരാകാതെ വീണ്ടും ചോദിക്കുന്നതിന്റെ താല്പര്യം അതാണ് എന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടനയുടെ ഔദ്യോഗിക നിലപാടാണ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിലപാടാണ് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ ഇത് ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ അത്രയധികം ആളുകൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും നിരന്തരം അങ്ങനെ ഒരു പ്രബോധനം നടത്തുകയും ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു സാധൂകരണം ഉണ്ടാകുന്നത്. അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ശ്രീ KB ബഷീർ. നല്ലതല്ല, അത് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഈ ആന പേര് എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്?
ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങൽ കുറിച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്ന്, ആട് പെറുന്ന് 2, 3, 4. നായ 3 മാസം പെറുന്ന്. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല. രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറെ ഇല്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളതിനിട്ടില്ല. ജാഫറുലിയര് പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന്. പുറത്ത് വിട് ഈ വിഷയമൊക്കെ, പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് ഇതൊക്കെ. 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽക്ക് 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. വേറില്ല, ഒരു ഡോക്ടറും അറിഞ്ഞിട്ടില്ല. ഒരു പരിശോധന, സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടറെ സമ്മതം വേണം. ഇതിനത് സുബിൽ മൂബിക്കാത്ത് ചെയ്യാൻ പോവാ. അപകടം വരും ചങ്ങായേ. ഈ രശ്മികൾ കടത്തിവിട്ടിട്ട് ഈ ഭ്രോണം കേടുവരും. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2-ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട്. വെള്ളം നിറഞ്ഞ. അതാണ് എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് മുസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. ഞങ്ങളെ ഭാര്യമാരൊക്കെ പ്രസവിച്ചില്ലേ? ജാഫർ സഖാഫിന്റെ ഭാര്യ എത്ര പറ്റണം? 5 വീട്ടിൽ തന്നെ. 2 കുട്ടികളിലൊക്കെ പ്രസവം വീട്ടിൽ തന്നെ. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. എന്റെ മകളെ ഭർത്താവ് 2 വെറ്റ് പെരീന. ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഏത് ഗർഭമുണ്ട്, ഗർഭം തേരി അന്നോടാരെ ഇതിന് നിൽക്കാൻ പറഞ്ഞു. ഈ മുസീബത്താണെങ്കിൽ ഞാൻ നസീറിന്റെ 6 ഭാര്യ കുട്ടികൾ. എന്റെ അനുജന്റെ, എന്റെ അടുത്ത് പഠിച്ച മക്കളിൽ 90% ഇങ്ങനെ. കുടുംബത്തിൽ മൊത്തം അങ്ങനെ. ഒരു പ്രശ്നവുമില്ല. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോ ഈ വിഷയം പറഞ്ഞപ്പോ AP സംസ്ഥക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ തള്ളുന്നു, ഇവരാരും ഇങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുന്നു. അപ്പൊ എന്റെ ഒരു സംശയം, AP ഉസ്താദ് ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അത് ഡയാലിസിസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടൊരു സംഭാഷണം നടക്കുമ്പോൾ ഓനോട് ഇനി ഡയാലിസിസ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞേക്ക്, അവിടെ മടവൂരിന്റെ എന്തോ ഒരു സാധനം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന AP ഉസ്താദിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. AP ഉസ്താദ് സമസ്തക്കാരനാണോ അതോ അദ്ദേഹത്തെയും തള്ളോ, എങ്ങനെയാണ്? അതും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. അദ്ദേഹത്തിന് ശിഫിയാക്കി കൊടുക്കണം. 3 വേണ്ട, 1 വേണ്ട. 3 വേണ്ട, 1 വേണ്ട. 3 വേണ്ട, 1 വേണ്ട. വേണ്ടാതെ എവിടെ പറഞ്ഞല്ല ഡോക്ടർ. വേണ്ടാതെ എവിടെ പറഞ്ഞല്ല ഡോക്ടർ. അൽഹംദുലില്ലാഹ്. ബഷീർ, ഞാനും കണ്ടിരുന്നു ആ വീഡിയോ. ഞാൻ നേരത്തെ നിങ്ങൾ പ്ലേ ചെയ്ത ആ ദൃശ്യത്തിലെ ഉസ്താദിനെ സംബന്ധിച്ച് ഇവിടെ ഞാൻ പറഞ്ഞത് അല്ല, ഉസ്താദിനെ നിങ്ങൾ തള്ളിയല്ലോ, ഔദ്യോഗിക ഭാരവാഹി അല്ലാന്ന് പറഞ്ഞു. AP ഉസ്താദും ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഡയാലിസിസ് സംബന്ധിച്ച്. ആളല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. യാതൊരു ഔദ്യോഗിക ചുമതലയിലുള്ള ആളല്ല എന്നാണ്. ഒരു വലിയ സമൂഹം, വലിയൊരു സംഘടന എന്ന അർത്ഥത്തിൽ അതിന്റെ അല്ല, ഈ വീഡിയോയെ കുറിച്ചല്ല പറഞ്ഞത്. വീഡിയോയെ കുറിച്ചല്ല പറഞ്ഞത്. കാര്യമാണ്. AP ഉസ്താദ് ഡയാലിസിസ് ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു വീഡിയോയും ഇവിടെ കറങ്ങി നടപ്പുണ്ട്. അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വീഡിയോ ഇപ്പൊ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് ഉസ്താദ് തള്ളുപോയില്ലേ? തള്ളണ്ടേ? നിങ്ങൾ പറഞ്ഞ അതേ മാനദണ്ഡം വെച്ചിട്ടാണ് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു ചികിത്സാ സംവിധാനത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഉണ്ട്, വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാം. ഏതെങ്കിലും വീഡിയോയുടെ ഏതെങ്കിലും ഒരു കഷ്ണം അത് വെട്ടിമുറിച്ച് ക്ലിപ്പാക്കി ഇങ്ങനെ പ്രചരിപ്പിക്കും. അപ്പൊ ഒരു വീഡിയോ വന്നപ്പോ ഉസ്താദിനെ തള്ളി. AP ഉസ്താദ്, AP എന്ന സംഘടനയുടെ തന്നെ മുതലാളി തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആ വീഡിയോയെ തള്ളി. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്തിനാ ഈ എടുത്താ പൊങ്ങാത്ത പണിക്ക് നിൽക്കുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന പണിക്ക് നിന്നാ പോരെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ വീഡിയോ തള്ളാണെങ്കിൽ 2ലും വീഡിയോ തള്ളാം. ഉസ്താദുമാരെ തള്ളാണെങ്കിൽ 2ലും ഉസ്താദിനെ തള്ളണം. അല്ലാതെ നിങ്ങൾക്ക് സൗകര്യമുള്ളത് തരാതരം പോലെ ഇവിടെ നമുക്ക് ഉസ്താദിനെ തള്ളാം, അവിടെ നമുക്ക് വീഡിയോ തള്ളാം. ആ പരിപാടി ഇവിടെ ചെലവാവില്ല പൊന്നുസ്താദെ. ഓക്കെ, ഏതായാലും നിങ്ങൾ നേരത്തെ തന്നെ തൊപ്പിയിട്ടുകൊണ്ട് സമാധാനം. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശരി ബഷീർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എന്തായാലും ജാഫർ അസ്ഹരി ഉസ്താദ് പറഞ്ഞ മലിക്കുൽ മുളഫർ രാജാവ്, അവരെ ലോകത്തിന് മറക്കാൻ പാടില്ല, അവരെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. ആ
മലിക്കുൽ മുളഫറിന്റെ പേരിൽ അവാർഡ്, എന്തുകൊണ്ടും അതിന് അർഹൻ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ തൻ്റെ ആയുസ് മുഴുവനും, തൻ്റെ പ്രഭാഷണം മുഴുവനും, തൻ്റെ ജീവിതം മുഴുവനും മദ്ഹുർ റസൂലിൽ നീക്കിവെച്ച മഹാനായ മാദിഹുർ റസൂൽ പകര ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅ ആ മലിക്കുൽ മുളഫർ അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ, സഹകരിച്ച, സഹായിച്ച എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. കേട്ടല്ലോ, അതിൽ പറയുന്ന വിഷയം ഈ പകര മുഹമ്മദ് അഹ്സനി എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിനെ വല്ലാതെ സ്നേഹിച്ച് കാന്തപുരത്തിനെയും അള്ളാഹ് റസൂലിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന ഒരു, നേരത്തെ പറഞ്ഞ വാക്കന്നെ അബൂജാഹിലാണ്. ആ അബൂജാഹിലിനെ ഇപ്പോൾ AP വിഭാഗത്തിന് തള്ളിപ്പറയേണ്ടി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? അവർ ചെയ്തു വെച്ച നന്ദികേടിൻ്റെ ഭാഗമാണ്. അള്ളാഹുവോട് നന്ദികേട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സംഭവിച്ചത്. ഇവിടെ ചെറിയേപ്പി എന്ന് പറയുന്ന ഒരു കാന്തപുരത്തുകാരൻ വേറൊരു മുസ്ലിയാരുണ്ടായിരുന്നു. ആ ചെറിയേപ്പി മരിച്ചതിന് ശേഷം അയാളുടെ ആദ്യത്തെ ഉറൂസിൻ്റെ അന്ന് അവിടെ ഇയാളുടെ മൈക്ക് ഓഫാക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. കള്ളക്കറാമത്ത് പറയുകയാണെങ്കിൽ മൈക്ക് ഓഫാക്കും എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷയം സംബന്ധിച്ച് വീണ്ടും ചാലിയൻ ജുമാ മസ്ജിദിൽ വെച്ചുകൊണ്ട് ഇയാൾ അതിനെതിരെ ചില ആളുകൾക്കെതിരെ സംസാരിക്കുകയും ചെയ്തു. ഈ 2 വീഡിയോ നമ്മൾ പുറത്തു വിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത്. ഇപ്പോൾ KB ബഷീർ പറയുന്നുണ്ട് പകര ഞങ്ങളുടെ ആരുമല്ലാന്ന്. ആരും അല്ലായിരിക്കും, എന്നാൽ ആരൊക്കെ ആയിരുന്നു ഇപ്പം നിങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും ഇയാൾ സംഘടനയിൽ ഇരുന്നിട്ട് തള്ളി മറിച്ചിരുന്ന സുജായി തന്നെയാണ് എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇനി നിങ്ങൾക്ക് കുത്തുബിയത്ത് ജീലാനിയെ വിളിച്ചാൽ ഡയാലിസിസ് ചെയ്യേണ്ട, കിഡ്നി ശരിയാകും എന്ന് പറയുന്ന ഈ ആളെ നമുക്കൊന്ന് കാണാം, കണ്ടുനോക്കൂ. ഒരു സ്ഥലത്ത് ഒരു ഉമ്മ ഉണ്ടായിരുന്നു, 73 വയസ്സായ ഉമ്മ. ആ ഉമ്മൻ്റെ മകനും ഒരാളും കൂടി ചാലിയത്ത് വന്നു. എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഉമ്മ വല്ലാത്ത വിഷമത്തിലാണ്, ഉമ്മാക്കിൻ്റെ കിഡ്നി 2 നഷ്ടപ്പെട്ടു പോയിന്, അതുകൊണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബേബിയിൽ നിന്നാണെന്ന് പറഞ്ഞ്. അപ്പോൾ 2 കൊല്ലായിക്കണ് തുടങ്ങിയിട്ട്. ഇപ്പോൾ കൈയൊന്നും പൊക്കാൻ വയ്യ, കിടക്കുകയാണ്. ഇന്നെ നീ ചെയ്യണ്ട, ഞാൻ മരിച്ചു പോയിക്കോട്ടെ എന്ന് പറയണം. വേദനയാണ് കൈ. അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം എന്നുള്ളവർക്ക് നിങ്ങൾ വന്നിട്ട് ഒരു കുത്തുബിയത്ത് നടത്തി. കുത്തുബിയത്ത് പറഞ്ഞാൽ ഖുതുബുൽ അഖ്താബ് തങ്ങളുടെ പേരിലുള്ള ഒരു മജ്‌ലിസാണ്. അതുകൊണ്ടാകെ കുത്തുബിയത്ത് അറിയും. ചിലൊരു കുത്തുബെയ്ത്ത് അറിയും, അത് നരക്കടില്ല. കുത്തുബിനെ പറ്റിയുള്ള ബെയ്ത്തുമാണ്, പാട്ടുമാണ്. ചിലർ കുത്തുബെയ്ത്ത് എന്നറിയും, അങ്ങനെയും പറ്റും. അതാണ് പഴയ കാലത്ത് ആ ബെയ്ത്ത് ചൊല്ലിയിട്ട് കത്തി എടുത്തിട്ട് നെഞ്ചിലൊക്കെ കുത്തുകയും, അതൊക്കെ കറാമത്ത് പ്രകടനമാണ്. അപ്പം അങ്ങനെ കുത്തുബിയത്ത് എല്ലാം വേണ്ടി എന്നോട് പറഞ്ഞു. ഞാൻ കുറേ മടി പറഞ്ഞെങ്കിലും അവർ ആ മകൻ പിന്നെ വല്ലാതെ സങ്കടപ്പെട്ടപ്പോൾ ഞങ്ങൾ പോയി. ആ ഉമ്മക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ 2 കൊല്ലം, ഒരാഴ്ചയിൽ 2 ചെയ്യണം, അല്ലെങ്കിൽ നിർബന്ധമായി 1 ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ശരീരത്തിൽ മൂത്രമൊന്നുമില്ല, ആ മൂത്രമൊക്കെ ശരീരത്തിൽ കണ്ട് കയറിയിട്ട് നീര് കെട്ടി ആൾക്ക് ശ്വാസം തന്നെ കിട്ടൂല. അങ്ങനെ കുത്തുബിയത്ത് ചൊല്ലി കഴിഞ്ഞ് പോന്നതാ, പിന്നെ ഡയാലിസിസ് ചെയ്തിട്ടില്ല. ഇതാണ് ജീലാനി ബാബന്റെ മതം. ചെയ്തില്ല. എത്ര കൊല്ലം? 2 കൊല്ലം ചെയ്തില്ല. 73 വയസ്സാണ്. 75 വയസ്സ് വരെ പിന്നെ ജീവിച്ചു. 2 കൊല്ലം ഡയാലിസിസ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഉമ്മ കയ്യിൻ്റെ രോഗമൊക്കെ മാറി എഴുന്നേറ്റ് കുടുംബത്തിന്റെ നേതൃത്വ രംഗത്തേക്ക് ആദ്യത്തെ പോലെ വന്ന് എല്ലാം ചെയ്യലും ഒക്കെ തുടങ്ങി. അങ്ങനെ പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെയും മൂത്രം സ്റ്റക്കായി. അവര് ബേബിയിൽ കൊണ്ടുവന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയപ്പോൾ പറഞ്ഞത് എന്താ? ബേബി എന്ന് പറഞ്ഞെന്താ അറിയോ? കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്നാ. 2 കൊല്ലം മുമ്പ് കിഡ്നി പാടെ നശിച്ച ഉമ്മയെ പറ്റുമല്ല, അങ്ങനെ പറയുന്നത്. ഇപ്പോൾ കംപ്ലൈന്റ് ഉള്ളൂ. അങ്ങനെ വീണ്ടും അവർ ചികിത്സിച്ച് മൂത്രമൊക്കെ റെഡിയായി വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും മൂത്രം സ്റ്റക്കായി. അവർ ചാലിയത്ത് വന്ന് ഒരു കുത്തുബിത്തും കൂടി ചൊല്ലിത്തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എനിക്കാവില്ല ചൊല്ലിത്തരാൻ. ജീലാനി ബാബനെ മരിച്ചു. ഏതാണ് നിങ്ങൾ നമുക്ക് മരിച്ചേണ്ട ചോദിച്ചാൽ? ജീലാനി തങ്ങൾ തന്നെ മരിച്ചു പോയിന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മരിക്കണ്ട. ഇതിങ്ങനെ ജീലാനി തങ്ങളോട് ഉമ്മാൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടാവില്ല. അപ്പോൾ അവർ കുറേ നിർബന്ധിച്ച്, എന്നാൽ 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം വരെ ഡേറ്റൊക്കെ അപ്പോൾ തരാറുണ്ട്. ആ 3-ാമത്തെ ദിവസം ഉമ്മ മരിച്ചുപോയി.
അതാ പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്ന കുത്തുബിയത്തിന്റെ ജീലാനിപ്പാപ്പനെ വിളിച്ചാൽ ആ മജിലിസിൽ നിന്ന് കിഡ്നിയും ശരിയാവും, ഒക്കെ ശരിയാവും. സ്വന്തം ചെയ്ത് നോക്കണം. ഇന്റെ അടുത്ത് കുത്തുബിയത്ത് കയറേണ്ട ഞാൻ വരൂലട്ടോ. ഇതന്നെ ഇപ്പൊ എന്നെ കൗത്തിലിട്ടിട്ട് നീ എന്തോ ഒരു അടങ്ങാറാ സലീം മൊയ്ലിയാരും സാലിയും ഒക്കെ കൂടി വന്നിട്ട് എനിക്ക് തീരെ വയ്യ. ഞാൻ ഇരിക്കണത് രാജാവായിട്ട് ഇരിക്കല്ല, നിൽക്കാൻ വയ്യായിട്ടാണ് ഇരിക്കണത്. നമുക്ക് വയ്യ ഒന്നും. പിന്നെ ഇപ്പൊ എന്താ ഓരോരുത്തർ നിർബന്ധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലല്ലോ, നമ്മളെ അവസ്ഥ ഒന്നും ഓൽക്കറിയില്ലല്ലോ. അപ്പൊ നമ്മൾ കുത്തുബിയത്തിനെ മാത്രം പറയുമ്പോൾ പിന്നെ നമ്മളെടുത്തേക്ക് വരിക കുത്തുബിയത്തിൽ തരുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഒരു മനുഷ്യന്റെ കുത്തുബിയത്തിന് ഞാൻ വരൂല, എന്നെ കൊണ്ടാവില്ല. ഈ ആളുകൾ പറഞ്ഞ പച്ചക്കളവുകൾ അത് കേട്ടുകൊണ്ട് പല ആളുകളും സത്യം തിരിച്ചറിയുകയും സത്യത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ആളുകളുടെ സമ്പത്ത് കൊള്ളയടിക്കുവാൻ വേണ്ടി പച്ചക്കളവുകൾ മാത്രം പാടി നടക്കുന്ന പറഞ്ഞു നടക്കുന്ന ഇതുപോലെയുള്ള മുസ്ലിയാർ കൂട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കോളിയും എന്നാണ് ഇവളവന് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.